ഹലോ, അക്കാദമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പേസ് ഫാക്ട്സ്, ബഹിരാകാശത്തെക്കുറിച്ചുള്ള കുറച്ചധികം ഫാക്റ്റുകൾ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മളിത് സ്ക്രൂട്ടനൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി മുന്നോട്ട് വരുന്ന RRB SSC എക്സാംസിനെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ത്രൂ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നോക്കാം. ഡാഷ് വാസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ ഇൻ 1957. 1957 സോവിയറ്റ് യൂണിയൻ ലോഞ്ച് ചെയ്ത ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 1957 സോവിയറ്റ് യൂണിയൻ ലോഞ്ച് ചെയ്ത ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് ആയിരുന്നു. ഓക്കെ, സ്പുട്നിക് ആയിരുന്നു. സ്പുട്നിക് 1 ആണ് കേട്ടോ. സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അത് ലോഞ്ച് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആണ്. ഒക്ടോബർ 4, 1957 ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ ഒരു സാറ്റലൈറ്റ് അവർ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സ്പുട്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കമ്പാനിയൻ എന്നാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സ്പുട്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് അല്ലെങ്കിൽ കമ്പാനിയൻ എന്നാണ്. റഷ്യയിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കമ്പാനിയൻ എന്ന് പറയുന്ന ആ ഒരു മീനിങ് ആണ് സ്പുട്നിക്കിന് ഉള്ളത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്പുട്നിക് സക്സസ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ളത് നോക്കാം. ഭാസ്കര എന്താണ്? ഇന്ത്യൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, 1970s അതുപോലെ തന്നെ 1970s അവസാനത്തിലും 1980s തുടക്കത്തിലുമായിട്ട് ഇന്ത്യൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തതാണ്. അതാണ് ഭാസ്കര എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. ഭാസ്കര ഇന്ത്യൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. 2000-ങ്ങളിൽ ലോഞ്ച് ചെയ്ത ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ് എന്ന് പറയുന്നത്. റിസാറ്റ് 1 എന്താണ്? ഇന്ത്യൻ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. 2012 ലോഞ്ച് ചെയ്ത ഇന്ത്യൻ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1 എന്ന് പറയുന്നത്. അപ്പോൾ സ്പുട്നിക് സോവിയറ്റ് യൂണിയൻ്റേതാണ്. ബാക്കി 3 എന്താണ്? ഇന്ത്യൻ സാറ്റലൈറ്റ്സ് ആണ്. ഓരോന്നും എന്താണ്? ഭാസ്കര എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. കാർട്ടോസാറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. റിസാറ്റ് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വർഷങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഫ്ലൈ ഇൻ ടു സ്പേസ്? സ്പേസിലേക്ക്, ബഹിരാകാശത്തിലേക്ക് ആദ്യമായി പോയ വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയത്? യൂറി ഗഗാറിൻ അല്ലേ? യൂറി ഗഗാറിൻ ആണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വ്യക്തി. അദ്ദേഹം ആ ചരിത്രം ഉണ്ടാക്കിയത് 1961 ഏപ്രിൽ 12-ാം തീയതിയായിരുന്നു. 1961 ഏപ്രിൽ 12-ാം തീയതിയാണ് അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയെ വലം വെച്ചു. ഏത് സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു അദ്ദേഹം പോയിരുന്നത്? വോസ്റ്റോക്ക് 1 ആയിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്പേസ് ക്രാഫ്റ്റ്. ഇത് നമ്മുടെ ബഹിരാകാശത്തിന് പുറത്ത് അല്ലെങ്കിൽ എർത്തിൻ്റെ ഭൂമിക്ക് പുറമെ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഭൂമിയെ വലം വയ്ക്കുക അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ വലം വയ്ക്കുക അല്ലെങ്കിൽ ഔട്ടർ സ്പേസ് ജേർണി ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസിദ്ധനാവുകയാണ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹത്തിന് എന്താ പറയുക, അപ്പം നമ്മൾ പറഞ്ഞു യൂറി ഗഗാറിൻ എന്താണ്? ആദ്യമായിട്ട് സ്പേസിലേക്ക് പോയതാണ്. എലേന സെറോവ, വാലന്റീന ഗോറിയച്ചേവ ഇവരും എന്താണ്? ഇവരും സോവിയറ്റ് കോസ്മോണോട്ട്സ് ആണ്. പക്ഷെ എന്താണ്? അവർ കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ടാണ് ബഹിരാകാശത്തേക്ക് പോയിരുന്നത്. ആദ്യമായി പോയത് യൂറി ഗഗാറിൻ ആണ്. നീൽ ആംസ്ട്രോങ് ആരാണ്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തിയാണ് അല്ലെ? ചന്ദ്രനിൽ ആദ്യമായി നടന്ന വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ടു ലാൻഡ് ഓൺ ദ മൂൺ വാസ് ദ. ചന്ദ്രനിൽ ആദ്യമായി ലാൻഡ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രനിൽ ആദ്യമായി ലാൻഡ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ഏതാണെന്നാ പറയുന്നത്? അപ്പോളോ 11 ആണ്. ഓക്കെ, അപ്പോളോ 11 ആണ് ചന്ദ്രനിൽ ആദ്യമായി ലാൻഡ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോളോ
ആണ്. ആദ്യത്തെ മാൻഡ് ലാൻഡിങ് ആയിരുന്നു അപ്പോളോ 11 ഓക്കെ. അപ്പോളോ 11 എന്തായിരുന്നു? ആദ്യത്തെ മാൻഡ് ലാൻഡിങ് ആയിരുന്നു. ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് 1969 അതിൻ്റെ ലാൻഡിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൂണിൽ ആദ്യമായി ലാൻഡ് ചെയ്തത് 1969 ഇനി ബാക്കിയുള്ളത് നോക്കാം. അപ്പോളോ 14 ആണെങ്കിൽ 1971 ലാൻഡ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ആണ്. ലൂണ 18 ആണെങ്കിൽ 1971 ക്രാഷ് ചെയ്ത് ലാൻഡ് ചെയ്തത്. ലാൻഡിങ്ങിൻ്റെ വഴിയിൽ ക്രാഷ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ലൂണ 18 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൂണ 16 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റോബോട്ടിക് സാമ്പിൾ മൂണിൽ നിന്നും റിട്ടേൺ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതെപ്പോഴായിരുന്നു? 1970 ലൂണ 16 ആ ഒരു ലാൻഡിങ് നടന്നത്. അപ്പോൾ ആദ്യമായി ലാൻഡ് ചെയ്തത് 1969 അപ്പോളോ 11 ആണ്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം വർഷങ്ങൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ സെക്കൻഡ് പേഴ്സൺ ടു ലാൻഡ് ഓൺ ദ മൂൺ? ചന്ദ്രനിൽ രണ്ടാമതായിട്ട് ലാൻഡ് ചെയ്ത വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ആൾ നീൽ ആംസ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. അപ്പോളോ 11 മിഷൻ 1969 അപ്പോളോ 11 പോയിട്ടാണ് ആര് ലാൻഡ് ചെയ്യുന്നത്? നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത്. രണ്ടാമത് ലാൻഡ് ചെയ്ത ആളാണ് ബുസ് ആൽഡ്രിൻ. ബുസ് ആൽഡ്രിൻ ആയിരുന്നു രണ്ടാമത്തെ ആള്. ആംസ്ട്രോങ്ങിന് അതേ മിഷനിൽ തന്നെ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ നടന്ന വ്യക്തിയാണ് ബുസ് ആൽഡ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ദൗത്യത്തിൽ തന്നെയാണ് ഇവർ പോയത്. ആദ്യം പോയത് നീൽ ആംസ്ട്രോങ്, അദ്ദേഹത്തിന്റെ പുറകെ തന്നെ ആര് പോയി? ബുസ് ആൽഡ്രിനും പോയിട്ടുണ്ട്. ഇനി അലൻ എൽ ബീൻ. അലൻ ബീൻ ആരാണ്? അപ്പോളോ 12 സമയത്താണ്. ഇവർ പോയത് എപ്പോഴാണ്? അപ്പോളോ 11 ആയിരുന്നു അല്ലെ? അപ്പോളോ 11 ആയിരുന്നു ഇവർ പോയത്. അലൻ എൽ ബീൻ എന്തായിരുന്നു? അപ്പോളോ 12 പോയത്. അത് അപ്പോളോ പക്ഷെ അപ്പോളോ 11 അദ്ദേഹം പോയിരുന്നെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? അലൻ ബീൻ അപ്പോളോ 12 അദ്ദേഹം നടന്നിരുന്നു. ഓക്കെ, അടുത്തത് അലൻ ഷെപ്പേർഡ് ആണ്. അലൻ ഷെപ്പേർഡ് ആദ്യത്തെ അമേരിക്കൻ, സ്പേസിൽ പോയ ആദ്യത്തെ അമേരിക്കൻ ആണ്. പക്ഷെ അദ്ദേഹം അപ്പോളോ 11 ടൈമിൽ നടന്നിരുന്നില്ല. അദ്ദേഹം പിന്നീട് അപ്പോളോ 14 ആ ഒരു ലാൻഡിങ് ടൈമിലാണ് അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങി നടന്നത്. ഓക്കെ, അടുത്തതാരാണ്? ചാൾസ് കൊൺറാഡ് ആണ്. ചാൾസ് കൊൺറാഡ് അപ്പോളോ 12 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രനിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത രണ്ടാമത്തെ വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. ബുസ് ആൽഡ്രിൻ. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബുസ് ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങിന് തൊട്ട് പുറകെ തന്നെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ആളായിരുന്നു ബുസ് ആൽഡ്രിൻ. ഇനി ബാക്കിയുള്ള അലൻ എൽ ബീൻ ആണെങ്കിൽ അപ്പോളോ 12 അപ്പോളോ 11 അദ്ദേഹം പോയിരുന്നെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോളോ 12 ലാൻഡിങ്ങോട് കൂടിയിട്ടാണ് അലൻ എൽബീൻ ലാൻഡ് ചെയ്യുന്നത്. അലൻ ഷെപ്പേർഡിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സ്പേസിൽ പോയ അമേരിക്കൻ ആണ്. പക്ഷെ അപ്പോളോ 11 ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? ചന്ദ്രനിൽ നടക്കാനോ ഇറങ്ങാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന അപ്പോളോ 14 ലാൻഡിങ്ങിനോടൊപ്പമാണ് അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. ചാൾസ് കൊൺറാഡ് ആണെങ്കിൽ അപ്പോളോ 12 തന്നെ ലാൻഡ് ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which was the first vehicle to soft land safely on the surface of the moon? ചന്ദ്രൻ്റെ സർഫസിൽ, മൂണിൻ്റെ സർഫസിൽ, പ്രതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ വാഹനം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോഫ്റ്റ് ലാൻഡ് ആദ്യമായിട്ട് ചെയ്തത് ലൂണ 9 ആയിരുന്നു. സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ലൂണ 9 ആണ്. ഓക്കെ, അത് നടന്നത് 1966 ഫെബ്രുവരി 3 ആയിരുന്നു. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ഒരു മിഷൻ ആയിരുന്നു ഇത്. ഇനി റേഞ്ചർ 9 ഒരു US പ്രോബ് ഉണ്ടായിരുന്നു. റേഞ്ചർ 6 US പ്രോബാണ്. ഇത് 1964 ക്രാഷ് ലാൻഡിംഗ് ആണ് ചെയ്തത്. ചന്ദ്രനിൽ ക്രാഷ് ആവുകയാണ് ചെയ്തത്. സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നില്ല റേഞ്ചർ 6 ചെയ്തത്. ഇനി സ്പുട്നിക് 25 എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രാക്ടർ പോലെയാണ്, ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് സ്പുട്നിക് 25. അപ്പോളോ 17 എന്താണ്? ഒരു മാൻഡ് മിഷൻ ആണ്. ലാസ്റ്റ് അപ്പോളോ മൂൺ ലാൻഡിങ് 1972
2-ലായിരുന്നു. പക്ഷെ അതെന്തായിരുന്നില്ല, ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിങ് ഒന്നും തന്നെ ആയിരുന്നില്ല. ഓക്കെ, ലാസ്റ്റ് അപ്പോളോ മൂൺ ലാൻഡിങ് 1972-ലായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നില്ല, ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നില്ല. ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിങ് നടക്കുന്നത് ലൂണ 9 ആണ്. 1966 ഫെബ്രുവരി 3 ആയിരുന്നു അത് നടന്നത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി സേഫായി ലാൻഡ് ചെയ്ത് ഫോട്ടോഗ്രാഫിക് ഡാറ്റയൊക്കെ അയച്ചു കൊടുക്കാൻ ആർക്ക് പറ്റിയിരുന്നു? ലൂണ 9-ന് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് ഹൗ മച്ച് ഡിസ്റ്റൻസ് എബോ എർത്ത് സർഫസ് ഈസ് ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലൊക്കേറ്റഡ്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്? 400 കിലോമീറ്റർ ദൂരത്തിലാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. ഈ ഒരു സ്പേസ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്ത് സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് അത്ഭുതത്തോടെ കാത്തിരുന്നൊരു കാര്യമായിരുന്നു അല്ലേ? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ എത്ര ദൂരമാണ്, എത്ര സമയമെടുക്കും അവർ താഴേക്ക് എത്താനായിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്നാണ് മേ ബി അതിന് മുന്നേ കാര്യമായി ശ്രദ്ധിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മൾ കുറേ പേര് ഞാൻ ഇരുന്നിട്ടുണ്ടോ, ഞാൻ അവരുടെ അത് ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അവർ വന്ന് ലാൻഡ് ചെയ്യുന്നത് ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 400 കിലോമീറ്റർ ദൂരത്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു 250 മൈലൊക്കെ ദൂരത്തിലാണ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫുൾ ഫോം ഓഫ് നാസ. നാസയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ സ്പേസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ നാസ. നാസയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് മിഷൻസ് വാസ് അനൗൺസ്ഡ് ബൈ നാസ ഫോർ ദ സ്റ്റഡി ഓഫ് ദ ഡീപ്പ് ഇൻറ്റീരിയർ ഓഫ് ദ പ്ലാനറ്റ് മാർസ്? ചൊവ്വയുടെ അകത്ത് ചൊവ്വ ഗ്രഹത്തിന് ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നാസ അനൗൺസ് ചെയ്ത മിഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഇൻസൈറ്റ് മിഷനാണ്. ഓക്കെ, ഇൻസൈറ്റ് മിഷനാണ്. ഇൻറ്റീരിയർ എക്സ്പ്ലോറേഷൻ യൂസിങ് എന്ത് യൂസ് ചെയ്തിട്ടാണ്? സീസ്മിക് ഇൻവെസ്റ്റിഗേഷൻസ്, ജിയോഡസി ആൻഡ് ഹീറ്റ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ചൊവ്വയുടെ മാർസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഇൻസൈറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇത് ലോഞ്ച് ചെയ്തത് 2018 മെയ് 5-നായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലാൻഡ് ചെയ്തത് 2018 നവംബർ 26-നാണ് ലാൻഡിങ് നടന്നത്. ഇൻസൈറ്റ് അൺപ്രസിഡൻറ്റഡ് ഡാറ്റ, അതായത് ക്രസ്റ്റ്, മാന്റിൽ, കോറ് ഇതിനെക്കുറിച്ചൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻസൈറ്റ് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്ത് മനസ്സിലായി? മാസ് ഹാസ് എ തിന്നർ ക്രസ്റ്റ് ആൻഡ് എ ലാർജർ മോൾട്ടൺ കോർ ദാൻ പ്രീവിയസ്ലി തോട്ട്. നമ്മൾ മുന്നേ വിചാരിച്ചതിനേക്കാളും വളരെ തിന്നായിട്ടുള്ളൊരു ക്രസ്റ്റും അതുപോലെ വലുതും അതുപോലെ മോൾട്ടൺ ആണ്, അതായത് മെൽട്ടായിട്ടിരിക്കുന്ന കോറുമാണ് ആർക്കുള്ളത്? മാർസിന് ഉള്ളത് എന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പം ഇത് മാത്രമല്ല, ഏകദേശം 1300ഓളം മാസ് ക്വേക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മിഷൻ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചൊവ്വയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നു ഈ ഒരു ഇൻസൈറ്റ് മിഷൻ കാരണം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, astrophysicist who first theorized the existence of the solar wind in 1958 became the first living individual after which NASA named a spacecraft. എന്താ പറയുന്നത്? ഒരു ആസ്ട്രോഫിസിസ്റ്റ്. ഓക്കെ, അദ്ദേഹം എന്തു പറഞ്ഞു? ആദ്യമായിട്ട് സോളാർ വിൻഡ് 1958 സോളാർ വിൻഡിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി കൊണ്ടുവന്ന ആസ്ട്രോഫിസിസ്റ്റ് ആണ് അദ്ദേഹം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം നാസ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്പേസ് ക്രാഫ്റ്റിന് കൊടുത്തിരുന്നു. ഓക്കെ, അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആ ഫിസിസ്റ്റാണ്, ആസ്ട്രോഫിസിസ്റ്റാണ് യുഗേൻ പാർക്കർ ആണ്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ബഹുമാനാർത്ഥം നാസ അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പേസ് ക്രാഫ്റ്റിന് ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ദെൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർക്കർ സോളാർ പ്രോബ്, അതായത് 2018 അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ നെയിം, ഓക്കെ, ജീവിച്ചിരിക്കുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ നെയിം സ്പേസ് ക്രാഫ്റ്റിന് കൊടുത്തിരുന്നു നാസ 2018. അദ്ദേഹത്തിന് ശേഷമാണ് കൊടുത്തത്. പക്ഷെ എന്താ പറയുന്നത്, അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ കൊടുത്തു എന്നല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേര് അല്ലെങ്കിൽ ജീവനോടിരുന്ന ഒരാളുടെ പേര് സ്പേസ് ക്രാഫ്റ്റിന് കൊടുത്തു എന്നതാണ് പറയണത്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിലുണ്ടായ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ 2018 അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു പ്രോബിന് നാസ പേര് ചെയ്തത് എന്താണ്, പാർക്കർ സോളാർ പ്രോബ് എന്നാണ് നെയിം ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരൊന്ന് ഓർത്തു വെച്ചോ, പാർക്കർ സോളാർ പ്രോബ് എന്നായിരുന്നു അതിന് നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇത് എന്ത് മനസ്സിലായി, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേര് ആദ്യമായിട്ടൊരു സ്പേസ് ക്രാഫ്റ്റിന് കിട്ടി എന്നുള്ള ബഹുമതി ആർക്കാണ്, യുഗേൻ പാർക്കറിനാണ് ആ ഒരു ബഹുമതി കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നോക്കാം നമുക്ക്. എലോൺ മസ്ക് എന്താണ്, ടെക് എൻ്റർപ്രണർ ആണ് അല്ലേ. എലോൺ മസ്ക് ടെക് എൻ്റർപ്രണർ ആണ്. അദ്ദേഹം സ്പേസ് എക്സിൻ്റെ ഒക്കെ ഫൗണ്ടർ ആണ്. പക്ഷെ എന്തല്ല, ഒരു അസ്ട്രോഫിസിസ്റ്റ് ഒന്നുമല്ല ആര്, എലോൺ മസ്ക്. ഓക്കെ, ജോണാസ് കെപ്ലർ ആരാണ്? ജോണാസ് കെപ്ലർ 17th സെഞ്ച്വറിയിലെ ഒരു അസ്ട്രോണമർ ആണ്. കെപ്ലറിനെ നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്, പ്ലാനറ്ററി മോഷൻ ലോസ് ഒക്കെ തന്നിട്ടുള്ള കെപ്ലേഴ്സ് ലോ എന്നൊക്കെ പറയുന്നത് കാരണമാണ് നമുക്ക് ആരെ പരിചയം, കെപ്ലറിനെ പരിചയം. അദ്ദേഹത്തിന് ഈ ഒരു അസ്ട്രോണമർ ആണ്, പക്ഷെ ഈ ഒരു ഫിസിസ്റ്റ് ആരല്ല, കെപ്ലർ അല്ല. കാൾ സാഗൺ ആരാണ്? ഒരു അസ്ട്രോണമർ ആണ്, സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആണ്. പക്ഷെ സോളാർ വിൻഡുമായിട്ടുള്ള തിയറിയിൽ ആർക്ക് ബന്ധമില്ല, കാൾ സാഗണ് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ യുഗീൻ പാർക്കർ ആണ് ആ ഒരു അസ്ട്രോഫിസിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സ്പേസ് ഷട്ടിൽ ഇൻ വിച്ച് കൽപ്പന ചൗള ആൻഡ് ഇന്ത്യൻ അമേരിക്കൻ ആസ്ട്രോണറ്റ് ഡൈഡ് ഇൻ 2003. 2003 നമുക്ക് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുനിത വില്യംസിൻ്റെ ആ ഒരു ദൗത്യം വന്ന ടൈമിൽ അവർ തിരിച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്ത സമയത്ത് ഈ വർഷങ്ങൾക്ക് മുന്നേ കൽപ്പന ചൗളയുടെ ഈ ഒരു ദൗത്യത്തിൽ അവരുടെ അവസാന നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ വളരെ വൈറലായിട്ട് നമ്മുടെ ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോസ് ആയിട്ടും ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുമുണ്ടായിരുന്നു. അപ്പം ആ സ്പേസ് ഷട്ടിൽ ഏതായിരുന്നു ഇന്ത്യൻ അമേരിക്കൻ അസ്ട്രോണറ്റ് ആയിട്ടുള്ള കൽപ്പന ചൗളയുടെ മരണത്തിനിടയാക്കിയ 2003 അവരുടെ മരണത്തിനിടയാക്കിയ ആ സ്പേസ് ഷട്ടിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കൊളംബിയ ആയിരുന്നു അല്ലേ. നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു പേരാണ് കൊളംബിയ എന്നുള്ളത്. ആദ്യത്തെ ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശത്ത് പോയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ഫെബ്രുവരി 1, 2003 അതായത് അവർ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ച് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു ദുരന്തം സംഭവിക്കുന്നത്. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു ഡാമേജ് കാരണമാണ് എന്നാണ് പറയുന്നത്. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് വന്ന ഒരു ഫയർ ക്ലാഷ് വലിയ രീതിയിലേക്ക് മാറിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ അറിവുകൾ. ഓക്കെ, ഡിസ്കവറി എന്താണ്, അപ്പോൾ അതാണ് കൊളംബിയ. കൽപ്പന ചൗള ഡേറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഡിസ്കവറി എന്താണ്, വേറൊരു നാസ ഷട്ടിൽ തന്നെയാണ്, ഒരുപാട് മിഷൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ISS പോലുള്ള കാര്യങ്ങൾക്കുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നാസയുടെ വേറൊരു സ്പേസ് ഷട്ടിൽ തന്നെയാണ് ഡിസ്കവറി. ചാലഞ്ചർ എന്താണ്, ഒരു ട്രാജിക് ഡിസാസ്റ്റർ, അതായത് കൽപ്പന ചൗളയുടേതല്ല, അതിനു മുന്നേ 1986 ഇതുപോലെ തന്നെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ദുരന്തം നേരിടേണ്ടി വന്ന ഒരു സ്പേസ് ഷട്ടിലാണ് എന്ത്, ചാലഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്ലാന്റിസ് എന്താണ്, നാസയുടെ സ്പേസ് ഷട്ടിൽ തന്നെയാണ്, പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരുന്ന സ്പേസ് ഷട്ടിൽ ഏതാണ്, കൊളംബിയയാണ്. 2013 കൽപ്പന ചൗളയുടെ മരണത്തിനിടയാക്കിയ ആ ഒരു സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ഓഫ് ഇന്ത്യൻ ഡിസെന്റ് ടു ഗോ ടു സ്പേസ്? ഇന്ത്യക്കാരിയായ അല്ലെങ്കിൽ ഇന്ത്യൻ വേരുകളുള്ള ആദ്യത്തെ വനിത, സ്പേസിലേക്ക് പോയ ആദ്യത്തെ വനിത ആരായിരുന്നു? കൽപ്പന ചൗളയാണ് അല്ലേ. കൽപ്പന ചൗളയാണ് ഇന്ത്യക്കാരിയായ ഇന്ത്യയിൽ വേരുകളുള്ള ആദ്യത്തെ
വനിത, ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ആദ്യത്തെ വനിത. അവരുടെ ആദ്യത്തെ പറക്കൽ നടന്നത് 1997 ഓക്കെ. സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ 1997 ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് റോബോട്ടിക് ആം ഓപ്പറേറ്റർ ആയിട്ടാണ് ആദ്യമായിട്ട് അവർ പറക്കുന്നത്. അതിനുശേഷം അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2003 അവർ എഗെയിൻ പറന്നു പോവുകയാണ് ചെയ്തത്. അത് എന്തായി, അവർ തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് അവരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സുനിത വില്യംസ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലേ. സുനിത വില്യംസ് ഇന്ത്യൻ സ്ലൊവേനിയൻ ഡിസെൻ്റ് ആണ്. ഒരു അമേരിക്കക്കാരിയായിട്ടുള്ള ആസ്ട്രോണേറ്റ് ആണ്. ഓക്കെ, അദ്ദേഹം പക്ഷെ അവർ കൽപ്പന ചൗളയ്ക്ക് ശേഷമാണ് ബഹിരാകാശത്ത് പോയിട്ടുള്ള ആളാണ്. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് സുനിത വില്യംസ്. പക്ഷെ കൽപ്പന ചൗളയ്ക്ക് ശേഷമായിരുന്നു സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയിരുന്നത്. അടുത്തത് നളിനി രാമരാജൻ. നളിനി രാമരാജൻ ആസ്ട്രോണേറ്റ് അല്ല, ആസ്ട്രോണേറ്റും അല്ല, ഒരു രീതിയിലും സ്പേസ് മിഷൻസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. ഷൗണ പാണ്ഡ്യ ആരാണ്? ഒരു കനേഡിയൻ ഫിസിഷ്യൻ ആണ്, ആസ്ട്രോണേറ്റ് കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു സ്പേസിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ കൽപ്പന ചൗളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, The Indian space program is said to have begun in dash with the setting up of INCOSPER by the Indian government. എന്താ പറയുന്നത്? ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഒഫീഷ്യലി തുടങ്ങിയത് 1962 ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻകോസ്പർ. എന്താണ് ഈ ഇൻകോസ്പർ എന്ന് പറയുന്നത്? ഞാൻ പറയാം, അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നുള്ളതാണ് ഇൻകോസ്പർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു അത്. ഇത് ആരുടെ ലീഡർഷിപ്പിലാണ് ഇൻകോസ്പർ നമ്മൾ ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തത്? ഡോക്ടർ വിക്രം സാരാഭായ് അല്ലെ, വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് ഇൻകോസ്പർ എന്നുള്ള ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി വെച്ചത്. വിക്രം സാരാഭായ് ആരാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്? ഫാദർ ഓഫ് ദ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പിതാവ് എന്നാണ് ഡോക്ടർ വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി 1969 ഈ ഇൻകോസ്പർ ആണ് എന്തായിട്ട് മാറിയത്? ISRO ആയിട്ട് മാറിയത്. അപ്പോൾ ISROയുടെ പഴയ രൂപമാണ് ഇൻകോസ്പർ. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച ആ ഒരു എന്താ പറയുക അസോസിയേഷൻ ആണ് ഇൻകോസ്പർ. അത് പിന്നീട് 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള ISRO ആയിട്ട് മാറുകയാണ്, രൂപം പ്രാപിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെർ വാസ് ദ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ സെറ്റപ്പ് ഇൻ 1967 ഇൻ ഇന്ത്യ? എന്താ പറയുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് 1967 സെറ്റപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മളെ അഹമ്മദാബാദിലായിരുന്നു, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് 1967 ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ നമ്മൾ സ്ഥാപിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പേസ് കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റീസിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ആളാണ് അഹമ്മദാബാദിലുള്ള ഈ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഹമ്മദാബാദിന് ഇത് മാത്രമല്ല, അഹമ്മദാബാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉള്ളത് അഹമ്മദാബാദിലാണ്. PRL ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉള്ളത് അഹമ്മദാബാദിലാണ്. അത് രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്, അത് സ്ഥാപിച്ചത് ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ 1967 ഇന്ത്യയിൽ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉള്ളതും അഹമ്മദാബാദിലാണ്. ഇത് രണ്ടിൻ്റെയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഹൂ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യ സ്പേസ് പ്രോഗ്രാം? ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ വിക്രം സാരാഭായ് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1962 നമ്മൾ ഇൻകോസ്പർ ലോഞ്ച് ചെയ്തത്. പിന്നീട് 69 അത് എന്ത് പേരിലേക്ക് മാറി? ISRO എന്നുള്ള പേരിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ സ്പേസ് സയൻസ്, ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രത്തിലാണെങ്കിലും അതുപോലെ സാറ്റലൈറ്റ് ടെക്നോളജി, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇന്ത്യയുടെ സ്പേസ് ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ വിക്രം സാരാഭായ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഞ്ജുലാൽ ആദിത്യ സാരാഭായ് ആൻഡ് വിക്രം സേത്ത്, ഇവർ 3 പേർക്കും പ്രത്യേകിച്ച് ഇന്ത്യ സ്പേസ് പ്രോഗ്രാമിന്റെ കണക്ഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ്. വിക്രം സേത്ത് എന്താണ്, പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഓക്കെ, സയന്റിസ്റ്റ് അല്ല, എഴുത്തുകാരനാണ് വിക്രം സേത്ത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പ്രോഗ്രാമിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യ സ്പേസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ബൈ. ഇന്ത്യയിൽ ബഹിരാകാശ ദൗത്യങ്ങൾ ആദ്യമായി തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉറപ്പായിട്ടും വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ സ്പേസ് പ്രോഗ്രാമുകൾ തുടങ്ങി വെച്ചത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇൻകോസ്പറും ISROയും ഒക്കെ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് വിക്രം സാരാഭായ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, Who among the following is not related with the Indian space program? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമുമായി ബന്ധമില്ലാത്ത ഒരാൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, കെ ശിവൻ. നമുക്കറിയാം കെ ശിവൻ എന്താണ്, ISRO മുൻ ചെയർമാൻ ആയിരുന്നു അല്ലെ. നമ്മൾ അദ്ദേഹത്തിന്റെ, എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ, ഒരു ദൗത്യം പരാജയപ്പെട്ട ഒരു ദൗത്യത്തിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ISRO ചെയർമാനെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വളരെ വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് കെ ശിവൻ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല, മേ ബി തെറ്റായിരിക്കാം. തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നോളൂ കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയണതാണ്. AS കിരൺകുമാറും എന്താണ്, ISROയുടെ മുൻ ചെയർമാൻ ആയിരുന്നു. സതീഷ് ധവാൻ എന്താണ്, നമ്മൾ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു സ്പേസ് സയന്റിസ്റ്റ് ആണ് അല്ലെ, ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്, മുൻ ISRO ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നുള്ള നെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ബന്ധമില്ലാത്ത ആളാരാണ്, സത്യേന്ദ്രനാഥ് ബോസ് ആണ്. സത്യേന്ദ്രനാഥ് ബോസ് ആരാണ്, ഇന്ത്യൻ ഫിസിസ്റ്റ് ആണ് അല്ലെ. ക്വാണ്ടം മെക്കാനിക്സ്, അതുപോലെ തന്നെ എന്താണ്, ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യൻ ഫിസിസ്റ്റ് ആണ് സത്യേന്ദ്രനാഥ് ബോസ്. അദ്ദേഹത്തിന് സ്പേസ് പ്രോഗ്രാമുമായിട്ട് പ്രത്യേകിച്ച് എന്തില്ല, ഒരു രീതിയിലുള്ള അസോസിയേഷനും ഇല്ല. ഈ ബാക്കിയുള്ള 3 പേരും മുൻകാലങ്ങളിലെ ISRO ചെയർമാൻമാർ ആയിരുന്നു. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണുള്ളത് അല്ലെ. VSSC എന്ന് പറയുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്താണുള്ളത്. ഇനി ഈ ഒരു ISROയുടെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. ഇത് റോക്കറ്റ് ലോഞ്ചിങ്, അതുപോലെ റോക്കറ്റ് ആൻഡ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് നമ്മൾ നെയിം ചെയ്തത്, തിരുവനന്തപുരത്തുള്ള ഈ ഒരു സ്പേസ് സെന്ററിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേര് കൊടുത്തത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, തുമ്പ വാസ് ചൂസൺ ആസ് ദ ഐഡിയൽ സൈറ്റ് ഫോർ റോക്കറ്റ് ലോഞ്ച് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. തുമ്പ അല്ലെ, തുമ്പ എന്താണ്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ചെറുതായിട്ടൊരു ചുമയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം റോക്കറ്റ് വിക്ഷേപിക്കാനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ്സ്, അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇക്വേറ്ററിന് വളരെ അടുത്തായിട്ടാണ് എന്തുള്ളത്, ഈ ഒരു സ്ഥലമുള്ളത്. അതിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഇക്വേറ്ററിന് വളരെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നാരോ ആയിട്ടുള്ളൊരു റിബണാണ്. അതായത് കറന്റ് ഈസ്റ്റ് വാർഡ്, അതായത് എർത്തിൻ്റെ അയണോസ്ഫിയറിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം, ആവശ്യമുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ എർത്തിൻ്റെ സർഫസിന് ഏകദേശം 1000 കിലോമീറ്റർ മുകളിലായിട്ട് എന്തുണ്ട്, അയണോസ്ഫിയർ ഉണ്ട് അല്ലേ, അയണോസ്ഫിയർ ഉണ്ട്. ആ അയണോസ്ഫിയറിൽ
ഒരു റിബൺ ഓഫ് കറൻറ്റ്, ഒരു കറൻറ്റിൻ്റെ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു റിബൺ എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് വാർഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം എവിടെയായിട്ടാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇതിൻ്റെ അടുത്ത് നിയർ ബൈ ഏരിയ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് എർത്തിൻ്റെ ഇത്രയും ദൂരത്ത് നിന്നുള്ള ആ ഒരു സ്പേസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ തുമ്പ എന്താണ്, നമുക്ക് അറ്റ്മോസ്ഫറിക് അല്ലെങ്കിൽ അയണോസ്ഫറിക് ഫിനോമിന, അതായത് നമ്മൾ റോക്കറ്റ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം അല്ലേ. സോ തുമ്പ എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ട്, ഇക്വറ്റോറിയൽ ഇലക്ട്രോജെറ്റ് എന്നുള്ളൊരു പ്രതിഭാസം നടക്കുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തെക്കുറിച്ചും അയണോസ്ഫിയറിനെ കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നല്ലൊരു സ്ഥലമായിട്ട് നമ്മൾ ഈ ഒരു തിരുവനന്തപുരത്തെ തുമ്പ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ടൈം ബൈ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ ഓഗസ്റ്റ് 1979 ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. എന്താ പറയുന്നത്? 1979 ഓഗസ്റ്റിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ച് SLV-3 ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്ത് ഇന്ത്യ ലോഞ്ച് ചെയ്ത ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. രോഹിണിയാണ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ്. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? അത് ISRO ലോഞ്ച് ചെയ്തതാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 1979 ഓഗസ്റ്റിലാണ് ആ ലോഞ്ചിങ് നടന്നത്. ഓക്കെ, ഇന്ത്യയുടെ ആ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് കേപ്പബിലിറ്റീസ് ഉണ്ടല്ലോ, ഇന്ത്യക്കും ഇത് പറ്റും എന്ന് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഇന്ത്യക്കും സാധിക്കും എന്നുള്ളതിന് പ്രധാനമായിട്ടൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഈ സംഭവിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഹിമവാരി 8 എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വെതർ സാറ്റലൈറ്റ് ആണ്. ഹിമാവരി 8. ഇൻസാറ്റ് 3DR എന്താണ്? ഇന്ത്യൻ വെതർ സാറ്റലൈറ്റ് ആണ്. വളരെ കാലത്തിന് ശേഷം, 79-ലൊന്നുമല്ല, അതിനും വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇൻസാറ്റ് ലോഞ്ച് ചെയ്തത്. കാർട്ടോസാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. രോഹിണി സീരീസിൽ കഴിഞ്ഞിട്ടാണ് എന്ത് ലോഞ്ച് ചെയ്തത്? കാർട്ടോസാറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇൻസാറ്റും കാർട്ടോസാറ്റും ഇന്ത്യയുടെ തന്നെയാണ്. പക്ഷെ രോഹിണിയുടെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെയൊക്കെ ലോഞ്ചിങ് നടന്നത്. ഹിമാവരി 8 ഒരു ജാപ്പനീസ് വെതർ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് പ്ലാൻഡ് മാൻഡ് സ്പേസ് ഫ്ലൈറ്റ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള മാൻഡ് സ്പേസ് ഫ്ലൈറ്റ് മിഷൻ, ISRO നടത്തിയ ആദ്യത്തെ മാൻഡ് സ്പേസ് ഫ്ലൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗഗൻയാൻ ആണ്. ഓക്കെ, ഗഗൻയാൻ ആയിരുന്നു അത്. ഗഗൻയാൻ എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള ആസ്ട്രോനേറ്റ്സ്, അതായത് വ്യോമാനേറ്റ്സ് എന്നാണ് അവരെ പറഞ്ഞിരുന്നത്. വ്യോമാനോട്സ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള ആസ്ട്രോനേറ്റ്സിനെ സ്പേസിലേക്ക്, ഇന്ത്യൻ സ്പേസ് ക്രാഫ്റ്റ് ത്രൂ സ്പേസിലേക്ക് എത്തിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പ്ലാൻ ചെയ്ത ഒരു സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ക്യാപ്പബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, What is the name of the world's smallest spacecraft launched by India? ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. സ്പ്രൈറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, സ്പ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഓക്കെ, അത് ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3.5 × 3.5 സെൻറ്റിമീറ്റർ മാത്രമാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ദെൻ അതിൻ്റെ വെയിറ്റ് വരുന്നത് ഏതാണ്ട് ഒരു 4 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഏറ്റവും ചെറിയ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് എർത്തിൻ്റെ ലോ ഓർബിറ്റിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2017 ജൂൺ 23 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്തത് ഏത് വാഹനത്തിലൂടെയാണ്? PSLV C-38 ഇത് ചെയ്യുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചാണ് ISRO ഈ ദൗത്യം
പൂർത്തിയാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിനിയേച്ചർ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തത് നമുക്ക് അൾട്രാ ലൈറ്റ് വെയ്റ്റ് പ്രോബ്സ്, അതായത് ഇൻഡർസ്റ്റെല്ലാർ മിഷൻസിനൊക്കെ വേണ്ടിയിട്ട് അൾട്രാ ലൈറ്റ് വെയ്റ്റ് പ്രോബ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് ഫീസിബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ഈ ഒരു ഇന്ത്യ എടുത്തത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. RLV-TD ഓഫ് ISRO ആൻഡ് അൺമാനഡ് ടെസ്റ്റ് ബെഡ് സ്റ്റാൻഡ് ഫോർ. എന്താണ് RLV-TD എന്ന് പറഞ്ഞാൽ? ISROയുടെ ഒരു പ്രോജക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ അല്ലേ. നമ്മൾ ഇപ്പം റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാറ്റലൈറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ അതിനോടൊപ്പം അത് എടുത്തുകൊണ്ട് പോകുന്ന വാഹനം പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് എന്തിൽ വെച്ചിട്ടാണോ ഇത് ലോഞ്ച് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ആ സ്പേസ് ക്രാഫ്റ്റ് പിന്നീട് ഉപയോഗശൂന്യമായി പോകും എന്നുള്ളത് തിരുത്തി കുറിച്ച് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒന്നിൽ കൂടുതൽ തവണ അത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ ആ സെയിം വാഹനം ഉപയോഗിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി ISRO തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ് RLV-TD എന്ന് പറയുന്നത്. അത് എന്താണ് അതിൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീയൂസബിൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നാണ് അതിൻ്റെ പേര്. റീയൂസബിൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ സ്പേസ് മിഷൻ്റെ സമയത്തും പുതിയ പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് പോലെ 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ 1 കോടിയിലോ ഒന്നും നിൽക്കുന്ന ചിലവുകളല്ല ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചിലവുകൾ കുറയ്ക്കാനായിട്ടാണ് ഒരു വാഹനത്തിൽ തന്നെ നമുക്ക് പിന്നീടും സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇന്ത്യ സയൻറ്റിഫിക് മിഷൻ ടു ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ സോളാർ കൊറോണ ഈസ് കോൾഡ്. എന്താ പറയുന്നത്? ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു സോളാർ കൊറോണയെ കുറിച്ച് പഠിക്കാനായിട്ട്. സോളാർ കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ അന്തരീക്ഷമുണ്ട് അല്ലേ, സൂര്യൻ ഒരു അന്തരീക്ഷമുണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് ഈ പറയുന്ന സോളാർ കൊറോണ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കാനും അതിനെ വിശകലനം ചെയ്യാനും ഒക്കെ ആയിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു സയൻറ്റിഫിക് മിഷനാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് ക്രാഫ്റ്റ് സോളാർ ആക്ടിവിറ്റീസ്, അതുപോലെ സോളാർ വിൻഡ്, നമ്മുടെ സ്പേസിലുള്ള വെതറിൽ ഇവരെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ മിഷൻ ISRO ഹാസ് കൺസീവ്ഡ് ടു സ്റ്റഡി ദ സൺ. സൂര്യനെക്കുറിച്ച് പഠിക്കാനായിട്ട് ISRO കൺസീവ് ചെയ്ത മിഷൻ്റെ പേര് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ആദിത്യ L1 എന്നായിരുന്നു അതിൻ്റെ പേര്. സോളാർ കൊറോണയെക്കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സോളാറിലുള്ള സൂര്യനിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മിഷൻ ആര് ലോഞ്ച് ചെയ്തത്? ISRO ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, what is the first dedicated Indian astronomy mission that is aimed at studying celestial sources in X-ray, optical and UV spectral bands simultaneously? എന്താ പറയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ട്രോണമി മിഷൻ അതെന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? അതായത് സെലഷ്യൽ സോഴ്സസ്, എക്സ്റേയിലുള്ള സെലഷ്യൽ സോഴ്സസ്, അതുപോലെ ഒപ്റ്റിക്കൽ UV സ്പെക്ട്രൽ ബാൻഡ്സ്, ഇതിലൊക്കെയുള്ള സെലഷ്യൽ സോഴ്സസിനെ കുറിച്ച് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ ഒരു ഇന്ത്യൻ ആസ്ട്രോണമി മിഷന്റെ ലക്ഷ്യം. അതിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആസ്ട്രോസ്റ്റാറ്റ് എന്നായിരുന്നു ആ ഒരു മിഷന്റെ പേര്. ആസ്ട്രോസാറ്റ് എന്നായിരുന്നു ആ ഒരു മിഷന്റെ പേര്. 2015 ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലഷ്യൽ സോഴ്സസ്, അതായത് എക്സ്റേ, ഒപ്റ്റിക്കൽ, അൾട്രാവയലറ്റ് സ്പെക്ട്രൽ ബാൻഡ്സ്, ഇതിലെല്ലാമുള്ള സെലഷ്യൽ സോഴ്സസിനെ കുറിച്ച് പഠിക്കാനായിട്ടായിരുന്നു ഈ ഒരു ദൗത്യം ISRO രൂപീകരിച്ചത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒരുപാട് രീതിയിൽ, അതായത് നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സിയെക്കുറിച്ചും കോസ്മിക് എക്സ്റേ സോഴ്സസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മിഷൻ ആയിരുന്നു ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ,
Which of the following satellites is India's first dedicated multi-wavelength space observatory? എന്താ ചോദിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സാറ്റലൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് സാറ്റലൈറ്റ് ആണ്? അസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. ISRO ആണത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? 2015 സെപ്റ്റംബർ 28 ലോഞ്ച് ചെയ്തത്. ഓക്കെ, 2015 സെപ്റ്റംബർ 28 ISRO അസ്ട്രോസാറ്റ് സാറ്റലൈറ്റ് സീരീസ് ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററിയാണ് അസ്ട്രോസാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് യൂണിവേഴ്സ്, അതായത് നമ്മുടെ യൂണിവേഴ്സിനെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇതിന് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി എന്ന് പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിനെ വിസിബിൾ, അതുപോലെ തന്നെ എന്താണ്, അൾട്രാ വയലറ്റ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, ദെൻ എക്സ്റേ വേവ് ലെങ്സ്, ഈ രീതിയിലെല്ലാം തന്നെ എന്ത് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്? എക്സ്റേ വേവ് ലെങ്സ്. ഈ 3 രീതിയിലും യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്മിക് സോഴ്സസ്, അതായത് ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്, ഗാലക്സീസ് പോലുള്ള കോസ്മിക് സോഴ്സസിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇൻസാറ്റ് എന്താണെന്ന് നോക്കാം. ഇൻസാറ്റ് എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെ, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. എന്തിനാണ് നമ്മൾ ഇൻസാറ്റ് സീരീസ് ഉപയോഗിക്കുന്നത്? ടെലി കമ്മ്യൂണിക്കേഷൻസിന്, മീറ്റിയോറോളജി, ബ്രോഡ്കാസ്റ്റിംഗ്, ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസാറ്റ് സീരീസിലുള്ള സാറ്റലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് IRS എന്തിനാണ്? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ് അല്ലെ. നമ്മൾ എർത്ത്, ഭൂമിയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? IRS സാറ്റലൈറ്റ്സ്, ആ ഒരു ഒബ്സർവേറ്ററി ഉപയോഗിക്കുന്നത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ജുഗ്നു. ജുഗ്നു എന്താണ്? ഒരു നാനോ സാറ്റലൈറ്റ് ആണ് ജുഗ്നു എന്ന് പറയുന്നത്. ജുഗ്നു ഒരു നാനോ സാറ്റലൈറ്റ് ആണ്. IIT കാൺപൂർ ആണ് അത് എന്താ പറയുന്നത്, ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, IIT കാൺപൂർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എന്താണ്, നാനോ സാറ്റലൈറ്റ് ആണ് ജുഗ്നു എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റ കളക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ജുഗ്നു ഉപയോഗിക്കുന്നത്. സ്പേസ് ഒബ്സർവേറ്ററിക്കല്ല എന്തിൻ്റെ ഉപയോഗം വരുന്നത്? ജുഗ്നു ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസ്ട്രോസാറ്റ് ആണ് ഈ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞു തന്നു, ബാക്കിയുള്ളതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ മാർസ് മിഷൻ വിച്ച് ഇന്റർപ്ലാനറ്ററി മിഷൻ ഈസ് ഇന്ത്യ ഐയിങ് അറ്റ്? അതായത് ചൊവ്വ ദൗത്യത്തിന് ശേഷം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഉറ്റുനോക്കുന്ന അടുത്ത മിഷൻ എന്താണ്? അടുത്ത ദൗത്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. വീനസിലേക്ക് പോകുന്നതാണ് അടുത്ത ദൗത്യം. ഓക്കെ, ഈ ഒരു മംഗൾയാൻ എന്നുള്ള, മംഗൾയാനാണ് അല്ലെ, നമ്മുടെ മാർസിലേക്ക് ചൊവ്വാ ദൗത്യം മംഗൾയാനാണ് അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്കാണ്? വീനസിലേക്കാണ്. വീനസ് ഓർബിറ്റർ മിഷൻ ആണ് അടുത്തത്. വീനസ് ഓർബിറ്റർ മിഷൻ, അതിൻ്റെ പേരെന്താണ്? മംഗൾയാൻ. എന്തിൻ്റെതാണ്? മാർസ് മിഷൻ ആണ് മംഗൾയാൻ. വീനസിൻ്റേത് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? ശുക്രയാൻ ആണ്. ശുക്രയാൻ 1 എന്നുള്ളതാണ് വീനസിൻ്റെ ദൗത്യം, വീനസിലേക്കുള്ള ദൗത്യം. ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2028 മാർച്ച് 29 2028 മാർച്ച് 29 ലോഞ്ച് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ശുക്രയാൻ 1 മിഷൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്? വീനസ്, ശുക്രനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മളിത് കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്. ഓക്കെ, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ഓക്കെ, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, അതായത് LVM-3 ആണ് ഈ ഒരു വീനസ് ദൗത്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 112 ദിവസമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ,
അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, വിച്ച് വാസ് ഇന്ത്യസ് ഫസ്റ്റ് വെഞ്ചുവർ ഇൻ ടു ഇന്റർപ്ലാനറ്ററി സ്പേസ്. അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഗ്രഹങ്ങളുടെ ഇതിലേക്ക് പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. മോം ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം. മോം എന്താണ്? മാർസ് ഓർബിറ്റർ മിഷൻ ആണ് അല്ലെ. ചൊവ്വയിലേക്കുള്ളതായിരുന്നു ഇന്ത്യ ആദ്യമായി നടത്തിയ വേറൊരു ഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ മിഷൻ എന്ന് പറയുന്നത്. ഏതിലേക്കായിരുന്നു? ചൊവ്വ ദൗത്യമായിരുന്നു. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് അതിൻ്റെ പേര്. മോം എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന ആ ഒരു ദൗത്യത്തിന് കൊടുത്തിരുന്ന വേറൊരു പേരാണ് മംഗൾയാൻ അല്ലെ. മംഗൾയാൻ എന്നും നമ്മൾ ചൊവ്വ ദൗത്യത്തിന് പേര് നൽകിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർപ്ലാനറ്ററി സ്പേസ് മിഷൻ ആയിരുന്നു അത്. ലോഞ്ച് ചെയ്തത് ISRO എന്നാണ് ലോഞ്ച് ചെയ്തത്? 2013 നവംബർ 5-ാം തീയതിയായിരുന്നു ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഇത് എൻ്റർ ചെയ്തത്, അതായത് ചൊവ്വയുടെ ഓർബിറ്റിലേക്ക് സക്സസ്ഫുള്ളി ഈ ഒരു മിഷനുമായി പോയ സ്പേസ് ഒബ്സർവേറ്റർ ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ എൻ്റർ ചെയ്തത് എന്നാണ്? 2014 സെപ്റ്റംബർ 14-നാണ് അത് എൻ്റർ ആയത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഈ ഒരു ദൗത്യത്തോട് കൂടിയിട്ട് ഇന്ത്യ, അതായത് ചൊവ്വയുടെ ആ ഒരു ചൊവ്വയുടെ പരിസര ഭാഗങ്ങളിലേക്ക് എത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഇത് നേടിയെടുക്കാൻ പറ്റിയത് ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യവും ആരാണ്? ഇന്ത്യയാണ്. ചൊവ്വ ദൗത്യം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാൻ പറ്റിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് എന്ത്? ചൊവ്വയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. GSAT-31 എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്റർപ്ലാനറ്ററി മിഷനുമായിട്ട് ബന്ധമൊന്നുമില്ല GSAT-31. അതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ചാന്ദ്രയാൻ 1 എന്താണ്? ഒരു ലൂണാർ മിഷനാണ് അല്ലെ, ചാന്ദ്രദൗത്യമാണ്, ഇന്റർപ്ലാനറ്ററി അല്ല. ഓക്കെ, ആസ്ട്രോസാറ്റ് എന്താണ്? സ്പേസ് ഒബ്സർവേറ്ററി ആണ്, ഇന്റർപ്ലാനറ്ററി മിഷൻ അല്ല. അതൊരു ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ആണ് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which year did the government of India approve ISRO's proposal for the first Indian moon mission, Chandrayaan 1? അതായത് ISROയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ 1 എന്നുള്ളതായിരുന്നു ISROയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം എന്ന് പറയുന്നത്. അത് ISROയുടെ ആ ഒരു പ്രപ്പോസൽ, ISRO ഇങ്ങനത്തെ പ്രപ്പോസലുകൾ വെച്ച് കഴിഞ്ഞ് ഇന്ത്യൻ ഗവൺമെന്റ് അത് അംഗീകരിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇത് ISROയുടെ ഈ ഒരു പ്രപ്പോസൽ എന്നാണ് അംഗീകരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. 2003-ലാണ് ഇത് അപ്രൂവ് ആയത്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തത് 2003-ലാണ്. അതിനുശേഷം ഇത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? 2008 ഒക്ടോബർ 22-നാണ് ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത്. ISRO ലോഞ്ച് ചെയ്തത്. പിന്നീടും 5 വർഷങ്ങൾ നമ്മൾ ഇതൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2008-ലാണ് ഈ ഒരു മിഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മിഷൻ ത്രൂ ആണ് നമുക്ക് എന്ത് മനസ്സിലായത്? ചന്ദ്രനിൽ വാട്ടർ മോളിക്യൂൾസിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് 2008 ഒക്ടോബർ 22-ന് ഇന്ത്യ നടത്തിയ ചന്ദ്രദൗത്യത്തെ ചാന്ദ്രയാൻ 1-ലൂടെയാണ് നമുക്ക് മനസ്സിലായത് ചന്ദ്രനിൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് 2008 ലോഞ്ച് ഇയർ ആണ്. ഓക്കെ, ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്ത വർഷമാണ് 2001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISRO അതിൻ്റെ ബാല്യ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം അത് കൺസിഡർ ചെയ്യേണ്ട. 2008 എന്താണ്? ചാന്ദ്രയാൻ ലോഞ്ച് ചെയ്ത ദിവസമാണ്. 2003-ലാണ് ഇന്ത്യ അപ്രൂവ് ചെയ്തത്. 2013 എന്തായിരുന്നു? ചൊവ്വ ദൗത്യത്തിന് അപ്രൂവൽ കിട്ടിയതാണ്. ഓക്കെ, ചൊവ്വ ദൗത്യത്തിന് അപ്രൂവൽ കിട്ടിയ വർഷമാണ് 2013. ഓക്കെ,
അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഈ ഓപ്ഷൻസിൽ പറയുന്ന കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം അടുത്ത എക്സാമിന് ചിലപ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും വർഷങ്ങളായിരിക്കും ഇതുപോലെ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ISRO launched India's first lunar probe mission in October 2008. Who was the chairman of ISRO at that time? ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം ഒക്ടോബർ 2008 ഒക്ടോബറിൽ, അതായത് ചന്ദ്രയാൻ 1 ISRO ലോഞ്ച് ചെയ്യുമ്പോൾ ആരായിരുന്നു ISRO ചെയർമാൻ എന്നാണ് ചോദിക്കുന്നത്. അന്നത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ജി മാധവൻ നായരാണ്. ഓക്കെ, ജി മാധവൻ നായരായിരുന്നു അന്നത്തെ ISRO ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ലൂണാർ മിഷനാണ് അല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷനാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ഒക്ടോബർ 2008 അത് ലോഞ്ച് ചെയ്തത്. ISRO ചെയർമാൻ അന്ന് ജി മാധവൻ നായരായിരുന്നു. അദ്ദേഹം 2003 മുതൽ 2009 വരെ ആരായിരുന്നു ISRO ചെയർമാൻ? ജി മാധവൻ നായരായിരുന്നു ISRO ചെയർമാൻ. ഓക്കെ, ചന്ദ്രയാൻ 1 മിഷൻ, ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജി മാധവൻ നായർ. അത് എക്സിക്യൂട്ട് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അങ്ങനെ ആ ഒരു മിഷനിൽ വളരെ പ്രധാനപ്പെട്ടൊരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മുഖ്യ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ചന്ദ്രയാൻ ദൗത്യം ഇന്ത്യ പൂർത്തീകരിച്ചത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അല്ലേ. കസ്തൂരിരംഗൻ. കസ്തൂരിരംഗൻ എന്താണ്? മാധവൻ നായർക്ക് തൊട്ട് മുൻപ് 1994 മുതൽ 1994 മുതൽ 2003 വരെ കസ്തൂരിരംഗനായിരുന്നു ISRO ചെയർമാൻ. APJ അബ്ദുൽ കലാം നമുക്കറിയാം അല്ലെ, ഇന്ത്യയുടെ മുൻ എന്താ പറയുക പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ISRO ചെയർമാൻ ആയിട്ടില്ല, പക്ഷെ ആരായിരുന്നു? എയ്റോസ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു അല്ലെ. APJ അബ്ദുൽ കലാം ISRO ചെയർമാൻ ആയിട്ടില്ല, പകരം ആരായിരുന്നു? അദ്ദേഹം ഒരു എയ്റോസ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. AS കിരൺകുമാർ എന്താണ്? ISRO ചെയർമാനാണ്. 2015 മുതൽ 2018 വരെയായിരുന്നു AS കിരൺകുമാറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓരോരുത്തരുടെയും വർഷങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഓരോരുത്തരുടെയും കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും? ഓരോ ദൗത്യം നമ്മൾ നടത്തുന്ന സമയത്തും ആരായിരുന്നു ISRO ചെയർമാൻ എന്നുള്ള കാര്യവും നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലാൻഡർ ഓഫ് ചന്ദ്രയാൻ 2 വാസ് നെയ്മഡ് ആഫ്റ്റർ ദ സയന്റിസ്റ്റ്. ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ ഏത് ശാസ്ത്രജ്ഞന് ശേഷം, ആരുടെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് നെയിം ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. വിക്രം സാരാഭായ്. ഓക്കെ, ചന്ദ്രയാൻ 2 ലാൻഡർ, ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ നെയിം എന്തായിരുന്നു? വിക്രം എന്നായിരുന്നു നെയിം. ആർക്ക് വേണ്ടി, ആരുടെ സ്മരണാർത്ഥമാണ്? ഡോക്ടർ വിക്രം സാരാഭായ് അല്ലെ, ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് രണ്ടാമത്തെ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന് നമ്മൾ വിക്രം എന്ന് പേര് കൊടുത്തത്. ഓക്കെ, ഇതിനകത്ത് കസ്തൂരിരംഗനെ കുറിച്ചും അബ്ദുൽ കലാമിനെ കുറിച്ചും നമ്മൾ നോക്കി. ശിവൻ ആരായിരുന്നു? ISRO ചെയർമാനാണ്. ചന്ദ്രയാൻ 2ന്റെ ലോഞ്ചിങ് സമയത്ത് ISRO ചെയർമാൻ ശിവൻ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നില്ല എന്ത് ലാൻഡർ നെയിം കൊടുത്തത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിച്ച് ലോഞ്ച് വെഹിക്കിൾ വാസ് യൂസ്ഡ് ടു ലോഞ്ച് ചന്ദ്രയാൻ 2? ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്യാനായിട്ട് ഏത് ലോഞ്ച് വെഹിക്കിൾ ആണ് ഉപയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രയാൻ 2 നമ്മൾ വിക്ഷേപിച്ചത്? വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV Mk3 M1 ആയിരുന്നു ചന്ദ്രയാൻ 2 മിഷനിൽ നമ്മൾ ഉപയോഗിച്ചത്. നമ്മുടെ രണ്ടാമത്തെ ലൂണാർ മിഷൻ ആയിരുന്നു. അതിനുള്ള ഉപയോഗിച്ച വാഹനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് GSLV Mk3 M1 ആണ്. അപ്പൊ അതിന്റെ പേര് ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. എന്നായിരുന്നു ചന്ദ്രയാൻ 2 ദൗത്യം നടന്നത്? 2019 ജൂലൈ 22-നായിരുന്നു. 2019 ജൂലൈ 22-നായിരുന്നു ആ ഒരു ദൗത്യം നടന്നത്. ഇതിന്റെ പേര് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് GSLV Mk3 M1ന്റെ കംപ്ലീറ്റ് നെയിം. ഓക്കെ, അതായത് ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിക്ഷേപണ വാഹനമാണ് എന്ത്? GSLV Mk3 M1 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
എമിസാറ്റ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO? എമിസാറ്റ് എന്നുള്ളത് ISRO ലോഞ്ച് ചെയ്ത ഏത് ടൈപ്പ് സാറ്റലൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈപ്പ് സാറ്റലൈറ്റ് ആണ് എമിസാറ്റ്? എമിസാറ്റ് ഒരു ഇന്റലിജൻസ് സാറ്റലൈറ്റ് ആയിരുന്നു. ഇന്റലിജൻസ് സാറ്റലൈറ്റ് ആണ്. ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് തന്നെയാണ്. അതൊരു ഇന്റലിജൻസ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അതൊരു ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് ആണ്. DRDOയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ISRO ആ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. ഇതിന്റെ ലോഞ്ചിങ് എപ്പോഴാണ് നടന്നത്? 2019 ഏപ്രിൽ 1 തീയതിയായിരുന്നു എമിസാറ്റ് എന്നുള്ള ഈ ഒരു ഇന്റലിജൻസ് സാറ്റലൈറ്റിന്റെ ലോഞ്ചിങ് നടന്നത്. ലോഞ്ച് ചെയ്ത വാഹനം ഏതായിരുന്നു? PSLV C-45 ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം സിഗ്നൽസ് മെഷർ ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, ഈ ഒരു റഡാർ നമ്മൾ ശത്രുരാജ്യത്തിൻ്റെ റഡാർ ഇൻസ്റ്റലേഷൻസ് ഒക്കെ എന്താ പറയുക കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയുള്ള, അതായത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു എമിസാറ്റ് എന്നുള്ള ഇന്റലിജൻസ് സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നാവിഗേഷൻ സാറ്റലൈറ്റ് എന്തിനാണ്? നമ്മൾ UPS അതുപോലെ പൊസിഷനിങ്ങിനൊക്കെ ആയിട്ട് IRNSS അതിനൊക്കെ വേണ്ടിയിട്ടാണ്, GPS-നും പൊസിഷനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? നാവിഗേഷൻ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് GSAT സീരീസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. GSAT സീരീസ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന് എക്സാമ്പിൾ. അടുത്തത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എർത്തിന്റെ ഒബ്സർവേഷൻ, അതായത് IRS സീരീസ് ആണ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇന്റലിജൻസ് ഗാദറിംഗ് അല്ല അതിൻ്റെ ഉദ്ദേശം. ഇപ്പം ഇന്റലിജൻസ് സാറ്റലൈറ്റ് എമിസാറ്റ് എന്തിനാണ്? ഇന്ത്യയുടെ സെക്യൂരിറ്റി സിസ്റ്റമായി വർക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് ഇന്റലിജൻസ് സാറ്റലൈറ്റ്. അത് എപ്പോൾ ലോഞ്ച് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫെയിൽഡ് ടു റീച്ച് ഓർബിറ്റ് ആഫ്റ്റർ ദ റോക്കറ്റ്സ് തേർഡ് സ്റ്റേജ് മാൽ ഫങ്ഷൻ? എന്താ പറയുന്നത്? ഏത് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഓർബിറ്റിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടത്? അതായത് റോക്കറ്റിന്റെ 3ാമത്തെ സ്റ്റേജിൽ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാതെ ആയതുകൊണ്ട് ഓർബിറ്റിലേക്ക് എത്താതെ പരാജയപ്പെട്ടു പോയത് ഏത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. GSAT 4 ആയിരുന്നു ഇങ്ങനെ പരാജയപ്പെട്ടു പോയത്. ഓക്കെ, GSAT 4 എന്താണ്? ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് GSAT 4 എന്ന് പറയുന്നത്. ഇത് റോക്കറ്റ് മാൽഫങ്ഷനിങ് കാരണം എന്തുണ്ടായി? GSLV D3 റോക്കറ്റ് മാൽഫങ്ഷൻഡ് ആയത് കാരണം എന്ത് സംഭവിച്ചു? ഓർബിറ്റിലേക്ക് എത്തുന്നതിൽ നിന്നും പരാജയപ്പെട്ടു പോയി. അതിൻ്റെ ലോഞ്ചിങ് നടന്നത് എപ്പോഴായിരുന്നു? 2010 ഏപ്രിൽ 15 അതിൻ്റെ ലോഞ്ചിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അന്നാണ് ഈ പരാജയത്തോടു കൂടി അതിനെ പിൻവാങ്ങേണ്ടി വന്നത്. ഓക്കെ, അതുപോലെ ഇത് എന്താണെന്ന് നമുക്ക് പറയാം. ഈ GSAT 4 എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അത് കാരണം അത് എന്തിലേക്ക് എത്തിപ്പോയി? ആ ഒരു മിഷൻ ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇൻസാറ്റ് 4D പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സാറ്റലൈറ്റ് ഇഷ്യൂസ് കാരണം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? ലോഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇൻസാറ്റ് 3B ആണെങ്കിൽ എന്താണ്? 2000 ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് സീരീസ് ആണ്. IRS P4 ആണെങ്കിൽ എന്താണ്? 1999 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓഷൻ ആൻഡ് അറ്റ്മോസ്ഫറിക് സ്റ്റഡീസിന് വേണ്ടി ലോഞ്ച് ചെയ്തതാണ് IRS P4 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നിക് നെയിം ഗിവൺ ടു ISRO's മോസ്റ്റ് പവർഫുൾ റോക്കറ്റ് GSLV Mk3? ISROയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് GSLV Mk3 എന്ന് പറയുന്നത് അല്ലേ. അതിന് കൊടുത്തിരിക്കുന്ന നിക് നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫാറ്റ് ബോയ് എന്നാണ് നമ്മൾ അതിനെ കൊടുത്തിരിക്കുന്ന നിക് നെയിം. ഓക്കെ,
ISROയുടെ എന്തുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഫാറ്റ് ബോയ് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ തിക്ക് ആൻഡ് ഹെവി ഡിസൈൻ കാരണമാണ്. അതിന് മുന്നേയുള്ള ലോഞ്ച് വെഹിക്കിൾസിനെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം GSLV Mk3 എങ്ങനെയായിരുന്നു, വളരെ തിക്കും ഹെവിയുമായിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പേര് കൊടുത്തത്, ഫാറ്റ് ബോയ് എന്ന് പേര് കൊടുത്തത്. ഹെവിയർ പേലോഡ്സ്, അതായത് 4000 കിലോ ഉള്ള ജിയോസിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്, അതുപോലെ എന്താണ് 10,000 കിലോ വരുന്ന ലോ എർത്ത് ഓർബിറ്റ്, ഇതൊക്കെ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്, ഈ ഒരു റോക്കറ്റിന് ഉണ്ട്. ഓക്കെ, ഇത് എന്തിനൊക്കെയാണ് നമ്മൾ GSLV Mk3 ഉപയോഗിച്ചിരുന്നത്? ചാന്ദ്രയാൻ 2നും അതുപോലെ ഗഗൻയാനും ഒക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു GSLV Mk3 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. GSLV സ്റ്റാൻഡ്സ് ഫോർ, GSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അല്ലേ അതിൻ്റെ പേര്. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് GSLV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ISRO ഡെവലപ്പ് ചെയ്ത ലോഞ്ച് സാറ്റലൈറ്റ്സ് ആണ് അല്ലെ. സാറ്റലൈറ്റ്സിന് നമ്മൾ GTOയിൽ, ജിയോ സിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ISRO ഡെവലപ്പ് ചെയ്തെടുത്ത വെഹിക്കിൾസ് ആണ് GSLV എന്ന് പറയുന്നത്. ഇതെന്താണ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെതർ സാറ്റലൈറ്റ്സ് ആണ് അല്ലെ. എർത്തിന്റെ റൊട്ടേഷനുമായി ബന്ധപ്പെടുത്തി അവിടെ സിൻക്രണൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെതർ സാറ്റലൈറ്റ്സ് ആണ് ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following satellite launched by the Indian Space Research Organization is a navigation satellite? ISRO ലോഞ്ച് ചെയ്ത താഴെ തന്നിരിക്കുന്നതിൽ ഏത് സാറ്റലൈറ്റ് ആണ് നാവിഗേഷൻ സാറ്റലൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നാവിഗേഷൻ സാറ്റലൈറ്റ്? നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS-2 ആണ് ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ IRNSS എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് IRNSSന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. ഓക്കെ, ഇന്ത്യയുടെ പ്രാദേശികമായിട്ടുള്ള നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS-2 എന്ന് പറയുന്നത്. ഇത് എന്താണ് തരുന്നത്? ഇന്ത്യയിലെ അതായത് GPS പോലെ തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യയുടെ ചുറ്റുഭാഗത്തുമുള്ള ആൾക്കാരുടെ പൊസിഷനിങ്ങും ആവശ്യമുള്ള കാര്യങ്ങളും ഡീറ്റെയിലിങ്ങും ഒക്കെ തരാനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ആണ് IRNSS-2 എന്ന് പറയുന്നത്. ഇത് ഇങ്ങനൊരു പേരിലും, അതായത് നവ് IC എന്നുള്ള പേരിലും IRNSS-2 അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ നവ് IC? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നോക്കാം. റിസോഴ്സ് സാറ്റ് 2A എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. റിസോഴ്സ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്കാറ്റ്സാറ്റ് 1. സ്കാറ്റ്സാറ്റ് 1 എന്താണ്? വെതർ ഫോർകാസ്റ്റിങ്ങിനാണ്. അതായത് ഓഷൻ വിൻസ് പോലുള്ള വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് സ്കാറ്റ്സാറ്റ് 1 എന്ന് പറയുന്നത്. സരൾ എന്താണ്? ഓഷ്യാനോഗ്രഫിക് സ്റ്റഡീസ്, അതായത് ഇൻഡോ ഫ്രഞ്ച് മിഷന്റെ ജോയിന്റ് ആയിട്ട് ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ട് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ആണ് സരൾ എന്ന് പറയുന്നത്. ഓഷ്യാനോഗ്രഫിക് സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് സരൾ എന്നുള്ളത്. ഓക്കെ, അപ്പം അത് പറഞ്ഞു തന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Dash in Hyderabad is responsible for remote sensing satellite data acquisition and processing, data dissemination, aerial remote sensing and decision support for disaster management. എന്താ പറയുന്നത്? ഹൈദരാബാദിലുള്ള ഏത് സെന്റർ ആണ് റിമോട്ട് സെൻസിങ്, അതുപോലെ സാറ്റലൈറ്റിൽ നിന്നും ഡാറ്റാസ് ഒക്കെ എടുത്ത് റിമോട്ട് സെൻസിങ്, അതുപോലെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, ഡാറ്റ ഡിസിമിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഏരിയൽ റിമോട്ട് സെൻസിങ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി ഡിസിഷൻ സപ്പോർട്ട് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹൈദരാബാദിലുള്ള ഏത് സെന്റർ ആണെന്നാണ് ചോദിക്കുന്നത്. NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഹൈദരാബാദിലാണുള്ളത്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസിനെയൊക്കെ അക്വിസിഷൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത് NRSC ആണ്. അതുപോലെ എന്താണ്, ബാക്കിയുള്ള യൂസേഴ്സിലൊക്കെ ഈ ഡാറ്റ കൈമാറുന്നത് ഇവരാണ്. പിന്നെന്താണ്, ഏരിയൽ റിമോട്ട് സെൻസിങ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ഇവരാണ്. ഓക്കെ,
അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ISROയുടെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ NRSC എന്ന് പറയുന്നത്. പക്ഷെ ഇവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻസിലാണ് ഇവർക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളത്. ബാക്കിയുള്ളത് നോക്കാം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IT സർവീസസ് ആണ്. ഓക്കെ, റിമോട്ട് സെൻസിങ് അല്ല, നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള IT സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, IISER എന്ന് പറഞ്ഞാൽ അക്കാദമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അക്കാദമിക്കലി ഉള്ള റിസർച്ചിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IISER എന്ന് പറയുന്നത്. അടുത്തത് ISRO, നമുക്കറിയാം അല്ലെ, പാരന്റ് ഓർഗനൈസേഷൻ ആണ്. NRSCയുടെ പാരന്റ് ഓർഗനൈസേഷൻ ആണ് ISRO. ഇന്ത്യയിലെ എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളും സാറ്റലൈറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ISROയുടെ നേതൃത്വത്തിലാണ്. ISRO ആണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് PSLV സ്റ്റാൻഡ്സ് ഫോർ? PSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് അല്ലെ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് PSLV എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ്. എന്തിനാണ്? പോളാർ ഓർബിറ്റ്സിൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PSLV ഉപയോഗിക്കുന്നത്. GSLV നമ്മൾ പറഞ്ഞു ജിയോ സിൻക്രോനസ് ഓർബിറ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പൊ PSLV എവിടെയാണ്? പോളാർ ഓർബിറ്റ്സിൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്ബാൻഡ് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ വിച്ച് സാറ്റലൈറ്റ്? ഏത് സാറ്റലൈറ്റിലാണ് എക്സ്ബാൻഡ് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റിസാറ്റ് 2Bയിലാണ് ഇതിന്റെ ഉപയോഗം വന്നിരിക്കുന്നത്. സോറി. അപ്പം ഈ SAR സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് SAR എന്ന് അറിയപ്പെടുന്നത്. ഈ SAR ഉണ്ടല്ലോ, സാറ്റലൈറ്റിനെ എർത്തിന്റെ സർഫസിന് ഇമേജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വെതർ കണ്ടീഷൻസ്, ഡേ ലൈറ്റ് ഒന്നും കൺസിഡർ ചെയ്യാണ്ട് തന്നെ, ഇപ്പോൾ വെതർ കണ്ടീഷൻസ് ഒക്കെ നോർമൽ അല്ല, അല്ലെങ്കിൽ ഡേ ലൈറ്റ് രാത്രിയിലൊന്നും കാണാൻ പറ്റില്ല എന്നതൊന്നും ഇല്ലാണ്ട് ഈ ഒരു സിന്തറ്റിക് അപ്പർച്ചർ റഡാറിന് എന്ത് ചെയ്യാൻ പറ്റും? രാവും പകലും ഇല്ലാതെ എർത്തിന്റെ സർഫസിനെ ഇമേജ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു സിന്തറ്റിക് അപ്പർച്ചർ റഡാറിന് ഉണ്ട്. ഓക്കെ, ഈ റിസാറ്റ് 2B നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിന്റെ ഉപയോഗം ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ, റിസാറ്റ് 2B നമ്മൾ ഉപയോഗിക്കുന്നത് സർവൈലൻസിനാണ്. ഓക്കെ, സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള സർവൈലൻസിന്, പിന്നെ റെക്കനൈസൻസിന്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ദുരന്ത നിവാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 24 hours അലേർട്ട് ആയിട്ടിരിക്കണം അല്ലേ. എന്തെങ്കിലും ഒരു ദുരന്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ, രാവിലെ പകലില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ദുരന്തങ്ങൾ വരുന്നത് നേരത്തെ അറിയാനായിട്ട് പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് എന്ത്? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും അല്ലെ. രാവും പകലും ഏത് സമയത്താണ് ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനെല്ലാം വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? റിസാറ്റ് 2B എന്നുള്ള സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. അതിന് അവയെ സഹായിക്കുന്നത് ആരാണ്? എക്സ്ബാൻഡ് SAR സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് നേഷൻസ് ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡൊമസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഇൻ ഏഷ്യ പസഫിക് റീജിയൻ? ഏഷ്യ പസഫിക് പ്രദേശഭാഗങ്ങളിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉള്ളത് ഏത് രാജ്യത്തിനാണെന്നാണ് ചോദിക്കേണ്ടത്. ഒബ്വിയസ്ലി ഏത് രാജ്യത്തിനാണുള്ളത്? ഇന്ത്യക്കാണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഇങ്ങനെ വന്ന് പറയുകയാണ്, നേപ്പാളെന്ന്. ഇന്ത്യക്കാണ് ഉള്ളത്. അതായത് ഏഷ്യ പസഫിക് റീജിയണിൽ, ആ റീജിയണിലുള്ള രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉള്ളത് ഇന്ത്യക്കാണ്. ഓക്കെ, ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സീരീസ് ഏതാണ്? ഇൻസാറ്റ് ആൻഡ് ജിസാറ്റ് സീരീസ് ആണ് അല്ലെ. ഇൻസാറ്റ് ആൻഡ് ജിസാറ്റ് സീരീസ് സാറ്റലൈറ്റ്സ് എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, വെതർ ഫോർകാസ്റ്റിംഗ്, സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ 2 സാറ്റലൈറ്റ് സീരീസുകളാണ് ഇൻസാറ്റും ജിസാറ്റും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നേപ്പാളിനും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അവരുടേത് വളരെ ചെറുതാണ് കമ്പയറിംഗ് ടു ഇന്ത്യ. അടുത്തത്.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം? താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, BDS നമുക്ക് നോക്കാം. BDS എന്താണ്? ബെയ്ഡ്യൂ, എനിക്കിത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബെയ്ഡ്യൂ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. അതെന്താണ്? അതൊരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഗലീലിയോ എന്താണ്? ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റം ആണ് BDS എന്ന് പറയുന്നത് കേട്ടോ. ചൈനയുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ആണ്. ഇനി ഗലീലിയോ ആണെങ്കിൽ എന്താണ്? യൂറോപ്യൻ യൂണിയന്റെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് ഗലീലിയോ. യൂറോപ്യൻ യൂണിയന്റെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് ഗലീലിയോ. അടുത്തത് നോക്കാം. MEO, മീഡിയം എർത്ത് ഓർബിറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. മീഡിയം എർത്ത് ഓർബിറ്റ്. ഓക്കെ, മീഡിയം എർത്ത് ഓർബിറ്റ് എന്താണ്? ഇതൊരു സാറ്റലൈറ്റ് സിസ്റ്റം അല്ല, പക്ഷെ ഒരു ടൈപ്പ് ഓഫ് ഓർബിറ്റ് ആണ്. ഓക്കെ, നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു ഓർബിറ്റ് ആണ് എന്ത്? മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഇതാണ് നമ്മുടെ ആൻസർ. കാരണം ഇതൊരു നാവിഗേഷൻ സിസ്റ്റം ആണ്, ഇതും ഒരു നാവിഗേഷൻ സിസ്റ്റം ആണ്. NavIC എന്താണ്? ഇന്ത്യയുടെ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ആണ് അല്ലെ. NavIC എന്ന് പറയുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. അപ്പോൾ നാവിഗേഷൻ സിസ്റ്റം അല്ലാത്തത് ഏതാണ്? മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നതാണ്. മീഡിയം എർത്ത് ഓർബിറ്റ് എന്താണ്? അതൊരു സാറ്റലൈറ്റ് സിസ്റ്റം അല്ല, പക്ഷെ ഒരു ടൈപ്പ് ഓഫ് ഓർബിറ്റ് ആണ്. നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ് ആണ് MEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റം? സാറ്റലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓഗ്മെന്റേഷൻ സിസ്റ്റം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്നാണ്? ഇന്ത്യയുടെ ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്നാണ് ചോദിക്കുന്നത്. ഗഗൻ ആണ്. ഓക്കെ, ഗഗൻ എന്ന് വെച്ചാൽ എന്താണ്? GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ. എന്താണ്? GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റമാണ് ഗഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് GPS സിഗ്നൽസ്, അതായത് ഇന്ത്യൻ റീജിയൻ, അതായത് നമുക്ക് സിവിൽ ഏവിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ, അതിനെ ബേസ് ചെയ്ത് ഇന്ത്യൻ റീജിയണിലെ GPS സിഗ്നൽസ്, നമുക്ക് GPS സിഗ്നൽസ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ. സോ അത്തരത്തിലുള്ള GPS സിഗ്നൽസിന്റെ ആക്യുറസി, ഇന്റഗ്രിറ്റി, റിലയബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഈ ഒരു ഗഗൻ ആണ് അതെല്ലാം ഉറപ്പുവരുത്തുന്നത്. ISRO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ISROയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISROയും AAIയും കൂടെ ഒരുമിച്ച് ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റ് സിസ്റ്റം ആണ് ഗഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് ഡസ് എ GPS സാറ്റലൈറ്റ് സർക്കിൾ ദ എർത്ത്? ഒരു GPS സാറ്റലൈറ്റ് എർത്തിനെ എത്ര തവണ വട്ടം ചുറ്റും എന്നാണ് ചോദിക്കുന്നത്. ഒരു GPS സാറ്റലൈറ്റ് 12 മണിക്കൂറിൽ ഒരു തവണ, അതായത് ഒരു ദിവസം 2 തവണയാണ് GPS സാറ്റലൈറ്റ് എർത്തിനെ, ഭൂമിയെ വട്ടം ചുറ്റുന്നത്. ഓക്കെ, ഒരു ദിവസത്തിൽ 2 തവണയായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 11 hours 58 minutesലാണ് എന്ത് ചെയ്യുന്നത്? GPS സാറ്റലൈറ്റ്സ് ഭൂമിയെ വട്ടം കറങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്ലോബൽ കവറേജിന് കാരണമാകും അല്ലേ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ദിവസം 2 നേരം ഭൂമിക്ക് ചുറ്റും വട്ടം കറങ്ങണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആർക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും? GPS സാറ്റലൈറ്റിന് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ് ത്രൂ പറയാനുണ്ടായിരുന്നത്. നമ്മുടെ ഈ പറയുന്നത് പോലെ സ്പേസ് ഫാക്ട്സിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം ഇതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണു. ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണ് എന്നും വിചാരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്